ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റർ മേക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. വളരെ ബ്യൂട്ടിഫുള്ളായി പ്ലാന്റ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ പ്ലാന്റ് സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതുപോലുള്ള PVC പൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ജോയിൻ ചെയ്യാൻ പറ്റാത്ത നീളത്തിലുള്ള പൈപ്പാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് എങ്കിൽ ഒന്ന് ചൂടാക്കി വളച്ചെടുത്താൽ മതി. ഇനി ഈ പൈപ്പിനെ ചാക്കുനൂല് കൊണ്ട് മൊത്തത്തിൽ ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. അടുത്തതായി പ്ലാന്റ് നടാനായി ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് അതിൽ കയർ ചുറ്റിയെടുക്കണം. ചെറിയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും കൂടി കയർ ചുറ്റിയെടുക്കണം. ഇനി പ്ലാന്റ് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. ബോട്ടിലിൽ ഈ പ്ലാന്റ് സ്റ്റാൻഡ് ഉറപ്പിച്ചു നിർത്താനായി ടൈ വെച്ചോ കമ്പി വെച്ചോ നന്നായി കെട്ടിക്കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചെറിയ ബോട്ടിലും ഉറപ്പിച്ചു നിർത്തണം. ഇനി പോട്ടി മിക്സ് നിറച്ച് പ്ലാന്റ് നടാവുന്നതാണ്. നിയോൺ പോത്തേഴ്സാണ് ഞാനിവിടെ നട്ടുകൊടുക്കുന്നത്. മുകളിലെ പോട്ടിൽ വാട്ടർ പ്ലാന്റ്സ് മാത്രമല്ല പോട്ടി മിക്സ് നിറച്ച് ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് നടാവുന്നതാണ്. രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കണം.
എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ ഉണ്ടാവുമല്ലോ. അത്തരം പൈപ്പുകൾ ഉപയോഗിച്ച് ഇതുപോലുള്ള പ്ലാന്റ് സ്റ്റാൻഡുകൾ ഉണ്ടാക്കി പ്ലാന്റ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ട്ടാ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.